വീട്ടിലെ സാധനങ്ങളൊക്കെ പ്രൈസ് ടാഗ് ഉണ്ടല്ലോ. അത് പറിക്കാൻ മറന്നുപോയതാണ്. നാളെ പറിക്കും. ഡൈനിങ് ഹാൾ എടുത്തു. അപ്പുറത്താണ് കിച്ചൺ. പിന്നെ ഞാൻ ഇംഗ്ലണ്ട് പോയപ്പോൾ കൊണ്ടുവന്നൊരു ക്ലോക്ക് ഉണ്ട്. ഇതാണ് ഞാൻ ഇംഗ്ലണ്ട് പോയി വരുമ്പോൾ കൊണ്ടുവന്ന ക്ലോക്കാണ്. വില വരെ പറിച്ചടഞ്ഞിട്ടില്ല ഇംഗ്ലണ്ടിൽ നിന്ന് വരുമ്പോൾ. നോർമൽ പ്രൈസ് 16,000. 9,500. എല്ലാത്തിനും സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്. ഈച്ച് ആൻഡ് എവറി സാധനങ്ങൾക്കും പ്രൈസ് ഇട്ട് വെച്ച് ടാഗ് ചെയ്തിട്ടുണ്ട്. ചീപ്പാണ്. അല്ല ഈച്ച് ആൻഡ് വേറെ വേറെ. ഇതിന് 59. ഇതൊക്കെ മെറ്റീരിയൽ തന്നെ സൂപ്പറല്ല. ഇതിന്റെ പ്രൈസ് വേറെ ഉണ്ട് കേട്ടോ. 1,255. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ്. ഇങ്ങനെയാണോ? അതിൽ എഴുതിയുണ്ടോ? ഡിസ്പ്ലേ പീസ്. അപ്പുറത്തെ റൂം പോവാം. സിംഗിൾ ബെഡ് അല്ലേ? കണ്ടാൽ ഒരു സിംഗിൾ ബെഡായിട്ട് തോന്നും, പക്ഷേ ഇത് ഒരിക്കലും സിംഗിൾ ബെഡ് അല്ല. ഇതൊരു ഡബിൾ കോട്ടാണ്. നമുക്ക് താഴെ നിന്ന് ഇങ്ങനെ വലിച്ചാൽ പുറത്തേക്ക് നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഇതങ്ങോട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് ഇടാം. ഇതൊരു സിംഗിൾ ഒരു ബെഡ്റൂം തന്നെയാണിത്. ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ലിവിങ് ഏരിയ ആയിട്ടല്ലേ? ഓക്കെ. ടി വി കാര്യങ്ങൾ. ഇത് ചെറിയൊരു വീട് സെറ്റപ്പ് ഡെമോ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും പ്രൈസ് ടാഗ് ഉണ്ട്. ഫുൾ സെറ്റപ്പാണ്. അതായത് ഒരു വീട്ടിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒക്കത്തിലും പ്രൈസ് ടാഗ്. ഇത് വേറെ റൂമാണ്. സെറ്റപ്പാണ്. ഇതേ കിച്ചൺ, ബാത്റൂം, ഫിറ്റിംഗ് എല്ലാം ഉണ്ട്. നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു റൂം വിൽപ്പനയ്ക്ക്. അതാണ് ഇവിടുത്തെ. നമ്മളിപ്പോൾ ഇതൊരു മറ്റൊരു റൂമാണ്. ഇവിടുത്തെ രണ്ടുപേരും ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്വന്തം വീട് പോലെ. എല്ലാം വെൽ അറേഞ്ച്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. കാണാം. ഡൈനിങ് സ്പേസ് ആണ്. നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. ഒക്കത്തിൻ്റെ മുകളിലും പ്രൈസ് ടാഗ് ഉണ്ട്. നമുക്ക് അടുത്തേക്ക് പോവാം.
പൊടി താഴേക്ക് പോവും, അതിൻ്റെ ആ നുറുക്കുകളൊക്കെ മേലെ എത്തും. വെറും 9 റിയൽ. വാങ്ങുന്നുണ്ടോ? ഇതോ ഒന്നും എൻ്റെ വീട്ടിലേക്ക് ഈ സാധനങ്ങളൊന്നും ആവശ്യം തട്ടിയിട്ടുണ്ട്, നിറഞ്ഞിരിക്കുകയാണ്.